ഇസ്ലാമിക പ്രവചനങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നൊരു പേരുണ്ട്: മഹ്ദി. ഒരുപാട് പ്രതീക്ഷകൾ, ആകാംക്ഷ എല്ലാം ഈ പേരിന് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മൾ കേട്ടറിഞ്ഞ കഥകളൊക്കെ എത്രത്തോളം ശരിയാണ്? ഇന്ന് നമ്മളൊരു പ്രത്യേക ഗ്രന്ഥം വെച്ചിട്ട് മഹ്ദിയെക്കുറിച്ചുള്ള നമ്മുടെ പല ധാരണകളെയും ഒന്ന് ചോദ്യം ചെയ്യാൻ പോവാണ്. അതിനു മുൻപ് നമുക്ക് ഏറ്റവും ബേസിക്കായ ഒരു ചോദ്യത്തിലേക്ക് വരാം. ആരാണ് ഈ മഹ്ദി? എന്തിനാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിനായി കാത്തിരിക്കുന്നത്? ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ലോകം മുഴുവൻ അനീതിയും പ്രശ്നങ്ങളും കൊണ്ട് നിറയുമ്പോൾ അവിടെ നീതി സ്ഥാപിക്കാൻ വരുന്ന ഒരു ലീഡറാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം. ഇവിടെയാണ് കാര്യങ്ങൾക്കൊരു ടെസ്റ്റ് വരുന്നത്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഈ ഗ്രന്ഥം പറയുന്നതെന്താണെന്നറിയോ? നമ്മളിൽ പലരും വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ തെറ്റായിരിക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ആ വാദങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം, ഒരു പക്ഷവും പിടിക്കാതെ. അപ്പോൾ ഈ ഗ്രന്ഥം പ്രധാനമായിട്ടും 7 തെറ്റിദ്ധാരണകളെയാണ് എടുത്തു കാണിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് നിലവിലുള്ള വിശ്വാസം, അതിനെ ഈ ഗ്രന്ഥം എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ. ആദ്യത്തെ ചോദ്യം തന്നെ മഹ്ദിയുടെ സെൽഫ് അവയർനെസ്സിനെ പറ്റിയാണ്. അതായത്, താൻ ആരാണെന്നും തന്റെ മിഷൻ എന്താണെന്നും അദ്ദേഹത്തിന് തുടക്കം മുതലേ അറിയാമായിരുന്നോ, അതോ പെട്ടെന്നൊരു നിമിഷം കിട്ടിയ വെളിപാടായിരുന്നോ അത്? നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? മഹദിക്ക് താനാണ് മഹദിയെന്ന് അറിയില്ല, ഒരു രാത്രി അല്ലാഹു അദ്ദേഹത്തെ ശരിയാക്കും എന്നൊക്കെ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതിലൊരു ലോജിക്കിന്റെ പ്രശ്നമില്ലേ? നമ്മുടെ ഈ സോഴ്സ് അല്ലെങ്കിൽ ഈ ഗ്രന്ഥം ഇതിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. സ്വയം ഒരു വഴികാട്ടിയാണെന്ന് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു സമൂഹത്തെ മുഴുവൻ നയിക്കാൻ പറ്റുക? അത് പ്രവാചക ദൗത്യങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ എതിരല്ലേ? അപ്പോ ഈ തെറ്റിദ്ധാരണ എവിടെ നിന്നാ വന്നത്? ഈ ഗ്രന്ഥം പറയുന്നത് അത് ഈ ഹദീസിന്റെ ഒരു തെറ്റായ വ്യാഖ്യാനത്തിൽ നിന്നാണ് എന്നാണ്. നേരെയാക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിവില്ല എന്നല്ല, മറിച്ച് ആ ഒരു രാത്രി കൊണ്ട് അദ്ദേഹത്തെ ആ വലിയ ദൗത്യത്തിനു വേണ്ടി പൂർണ്ണമായി തയ്യാറാക്കും എന്നാണ് ഇവർ വാദിക്കുന്നത്. മഹദിയുടെ ആത്മബോധത്തെക്കുറിച്ചുള്ള ചോദ്യം സ്വാഭാവികമായും നമ്മളെ അടുത്ത വലിയ വിഷയത്തിലേക്ക് കൊണ്ടുപോകും. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ ശരിക്കുള്ള വ്യാപ്തി? ആർക്കു വേണ്ടിയായിരുന്നു അത്? ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയോ, അതോ ഈ ലോകം മുഴുവൻ വേണ്ടിയോ? പലരും കരുതുന്നത് മഹദി വരുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി മാത്രമാണെന്നാണ്. പക്ഷേ ഈ ഗ്രന്ഥം പറയുന്നത് അതൊരു വലിയ തെറ്റിദ്ധാരണയാണെന്നാണ്. ഈ ഉദ്ധരണിയിലെ ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭൂമി. ഏതെങ്കിലും ഒരു രാജ്യമോ ജനതയോ അല്ല, ഭൂമിയെ മുഴുവനായ നീതി കൊണ്ട് നിറയ്ക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ദൗത്യം യൂണിവേഴ്സലാണെന്നതിന് ഇതിലും വലിയ എന്ത് തെളിവ് വേണം എന്നാണ് ഈ സോഴ്സ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ സ്ലൈഡിലെ താരതമ്യം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു വശത്ത് പ്രവാചകൻ പറയുന്നു അവസാന കാലത്ത് ഇസ്ലാം തുടങ്ങിയ കാലത്തെപ്പോലെ അപരിചിതമായി മാറുമെന്ന്. മറുവശത്ത് ഈ ഗ്രന്ഥം ഉദ്ധരിക്കുന്നത് മഹ്ദി ഒരു പുതിയ കാര്യവും പുതിയ പുസ്തകവുമായി വരും, അത് അറബികൾക്ക് പോലും കഠിനമായിരിക്കും എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? അദ്ദേഹം കൊണ്ടുവരുന്നത് അന്നത്തെ കാലത്തെ മതസങ്കല്പങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒന്നായിരിക്കും. ഈ പുതിയ പുസ്തകമെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവാം. അതിനും ഈ ഗ്രന്ഥം ഒരു വിശദീകരണം തരുന്നുണ്ട്. അവരുടെ വാദമനുസരിച്ച് കാലം കഴിഞ്ഞപ്പോൾ ഖുർആനിൽ നിന്ന് പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയോ മാറ്റങ്ങൾ വരികയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മഹദി കൊണ്ടുവരുന്നത് അതിന്റെ ഒരു കംപ്ലീറ്റ് വേർഷനായിരിക്കും. ഈ വാദത്തെ സപ്പോർട്ട് ചെയ്യാൻ അവർ ഉദ്ധരിക്കുന്ന ഒരു പ്രധാന തെളിവാണിത്. ഇബ്നു ഉമറിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് പറയുന്നത് ഖുർആനിന്റെ എല്ലാ ഭാഗങ്ങളും ഇന്ന് ലഭ്യമാണോ എന്ന കാര്യത്തിൽ ആദ്യകാല പണ്ഡിതർക്കിടയിൽ പോലും ഒരു ചർച്ചയുണ്ടായിരുന്നു എന്നാണ്. ഇതൊക്കെ കഥയിൽ പുതിയൊരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ്. മഹദി വരുമ്പോൾ ആരായിരിക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക? ആരായിരിക്കും എതിർക്കുക? ഉത്തരം ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഒരു രക്ഷകൻ വരുമ്പോൾ വിശ്വസിക്കുന്നവരൊക്കെ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, അതല്ലേ നമ്മുടെയൊക്കെ ഒരു ധാരണ. പക്ഷേ ഈ ഗ്രന്ഥം പറയുന്നത് നേരെ തിരിച്ചായിരിക്കുമെന്നാണ്. പക്ഷേ റിയാലിറ്റി ഇതിന്റെ നേരെ ഓപ്പോസിറ്റായിരിക്കുമെന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത്. ഈ ഉദ്ധരണിയൊന്ന് നോക്കൂ, അതിന്റെ ഗൗരവം അപ്പോൾ തന്നെ മനസ്സിലാകും. എല്ലാവരും സ്വീകരിക്കുന്നതിന് പകരം സ്വന്തം ആളുകളിൽ നിന്ന് തന്നെ, അതായത് അറബികളിൽ നിന്നും പേർഷ്യക്കാരിൽ നിന്നും കടുത്ത എതിർപ്പും യുദ്ധവും വരെ അദ്ദേഹം നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ഒരു പോയിന്റിലേക്ക് കടക്കുകയാണ്. ഈ ഗ്രന്ഥം ഏറ്റവും അപകടകരമായ തെറ്റിദ്ധാരണ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനെയാണ്. മതപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാരാണല്ലോ നമുക്ക് വഴികാട്ടികൾ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കും മഹദി വരുമ്പോൾ അവർ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്ന്. എന്നാൽ ഈ ഗ്രന്ഥം പറയുന്നത് അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇതൊന്നും എന്റേതല്ല, ഈ ഗ്രന്ഥം ഉദ്ധരിക്കുന്ന പ്രവചനങ്ങളിലേതാണ്.
അവസാനകാലത്തെ മതപണ്ഡിതന്മാരെക്കുറിച്ച് അവരുപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ. ആകാശത്തിന് താഴെയുള്ള ഏറ്റവും ദുഷ്ടന്മാർ, വഞ്ചകർ, എന്തിന് ദൈവത്തിന്റെ ഏറ്റവും മോശം സൃഷ്ടികൾ എന്നുവരെ പറയുന്നു. ഇതാണ് ഏറ്റവും ക്ലൈമാക്സ് പോയിന്റ്. ഈ ഗ്രന്ഥം പറയുന്നത് മഹ്ദിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ മതനേതൃത്വം തന്നെയായിരിക്കും എന്നാണ്. കാരണം തങ്ങളുടെ അധികാരത്തിനും നിലവിലുള്ള വ്യാഖ്യാനങ്ങൾക്കും മഹ്ദി ഒരു ഭീഷണിയാണെന്നവർ കരുതും. അതുകൊണ്ട് അവർ അദ്ദേഹത്തിനെതിരെ തിരിയും എന്നാണ് ഈ ഉദ്ധരണി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന മഹ്ദിയുടെ ചിത്രം എന്താണ്? നമുക്കൊന്ന് ചുരുക്കി പറയാം. ചുരുക്കി പറഞ്ഞാൽ, ഈ ഗ്രന്ഥം വരച്ചുകാട്ടുന്ന മഹ്ദി നമ്മുടെ പൊതുവായ സങ്കല്പങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനാണ്. അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ്. തന്റെ ദൗത്യത്തെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള, ലോകം മുഴുവൻ ലക്ഷ്യം വയ്ക്കുന്ന, പക്ഷേ സ്വന്തം സമൂഹത്തിലെ മതനേതാക്കളിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്ന ഒരു നേതാവ്. ഈ ഒരു വിശകലനം നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് കൊണ്ടുനിർത്തുന്നത്. മഹ്ദിയെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ ശരിക്കുള്ള പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണോ, അതോ കാലക്രമേണ ആളുകൾ ഉണ്ടാക്കിയെടുത്ത വ്യാഖ്യാനങ്ങളെയും തെറ്റിദ്ധാരണകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണോ? ഒരുപക്ഷേ ശരിക്കുള്ള രക്ഷകനെ തിരിച്ചറിയുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് നമ്മുടെ ഈ മുൻവിധികൾ തന്നെയായിരിക്കുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.